ഞാൻ തുടങ്ങുന്നത് സുജയ പറഞ്ഞതിൽ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ഖണ്ഡിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഖണ്ഡിച്ചുകൊണ്ട് സുജയ പറഞ്ഞതിന് മാത്രമേ ദിവസവും ഖണ്ഡിക്കാനുള്ളൂ. എനിക്കിവർ പറഞ്ഞതിനോട് വിയോജിപ്പില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ 3 പേരും പറയുന്നത് ഒന്നാണ്. തീർച്ചയായിട്ടും ഒരേ കാര്യത്തിൽ, ഭരണഘടനയുടെ കാര്യത്തിൽ, നീതിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒന്നാണ്. എന്താ സംശയം? അതിനകത്ത് ആർക്കാ സംശയം? ഓരോ ദിവസത്തെയും നിലപാടിന്റെ കാര്യത്തിൽ 3 പേരും ഒന്നാണ്. ഓരോ ദിവസം ഞാൻ ഉണ്ണി ബാലകൃഷ്ണനുമായും സ്മൃതിയുമായും, അതായത് അവർ പറയുന്നതിലെ മിസ്റ്റേക്ക് ഒന്നും ഇതുപോലെ തീർച്ചയായിട്ടും അത് മിസ്റ്റേക്ക് വരുന്ന ഘട്ടത്തിൽ ഖണ്ഡിക്കാം. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോരെ. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു വഖഫിന്റെ ഏതെങ്കിലും ഒരു ഭൂമി ചൂണ്ടിക്കാണിച്ചാൽ അത് വഖഫ് ഭൂമിയാവുന്ന. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ചൂണ്ടിക്കാണിച്ചാൽ പറ്റത്തില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ കസ്റ്റമറി പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിന് മുൻപ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് സുജയ എടുത്ത് പറയണം. സുജയ പറഞ്ഞല്ലോ, ഈ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ, പ്രത്യേകിച്ച് മദ്രസകൾ ഉയരട്ടെ, ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കട്ടെ എന്ന് സുജയ പറയുന്നുണ്ടല്ലോ. ഇന്ന് BJP-യുടെ നേതാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യവും അതാണ്. ഈ വഖഫ് സ്വത്തുക്കൾ സച്ചാർ കമ്മിറ്റിയുടെ കണ്ടെത്തൽ പോലെ ഇത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഈ സർക്കാർ 2025 ബഡ്ജറ്റിൽ വരുത്തിയ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ കട്ടെത്രയാണെന്നറിയാമോ? ഞാനൊന്ന് വായിച്ചു തരാം. ഏതൊക്കെ സ്കോളർഷിപ്പുകളാണ് കട്ട് ചെയ്തത്, ആരുടെ സ്കോളർഷിപ്പുകളാണ് കട്ട് ചെയ്തത് എന്നുള്ളത് പ്രേക്ഷകർ അറിയണം. അതായത് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ വഖഫിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വഖഫിൻ്റെ ഈ ബില്ലിൽ അമെൻമെൻറ്റ് കൊണ്ടുവരുന്നതെന്ന് പറയുന്ന BJP സർക്കാർ കഴിഞ്ഞ 2024-25 അപേക്ഷിച്ച് 25-26 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കൊണ്ടുവന്നിരിക്കുന്ന കട്ടെത്രയാണെന്ന് ഞാൻ പറയാം. 99%. 99%. ഏതൊക്കെ സ്കോളർഷിപ്പുകളാണ്? ഒന്ന്, നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പ് സ്കീം, പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ്, മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് ഫോർ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ കോഴ്സസ്, ദ മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റി സ്റ്റുഡൻസ്, സ്കീം ഓഫ് ഇൻട്രസ്റ്റ് സബ്സിഡി ഓൺ എഡ്യൂക്കേഷണൽ ലോൺ ആൻഡ് എഡ്യൂക്കേഷണൽ സ്കീം ഫോർ മദ്രസാസ് ആൻഡ് മൈനോറിറ്റീസ്. 99.99% കട്ടാണ്. ഞാൻ പറയാം, 240 കോടിയായിരുന്നു 2024-ലെങ്കിൽ ഇപ്പോൾ അത് എത്രയാണെന്നറിയാമോ? 0.02 crore ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സർക്കാർ, ഇവർ പറയുന്നതാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അപ്പോൾ ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ അങ്ങോട്ട് പഠിപ്പിച്ച് സംവരണം കൊടുത്ത് അവർക്ക് സാമ്പത്തിക സഹായം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ നിലപാടാണ് വഖഫ് ബില്ലിൽ കണ്ടത് എന്ന് പറയുന്നത് അത്യന്തം വ്യാജമായ ആരോപണമാണ്. അത് വാസ്തവ വിരുദ്ധമാണ്. നമ്പർ 1. നമ്പർ 2, രണ്ടാമത്തെ ഒരു ഒറ്റമൂലിയാണെന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഏതാണ്? മുനമ്പം വിഷയത്തിന് ഒരു ഒറ്റമൂലിയായിട്ട് കൊണ്ടുവന്നതാണ് ഈ ബില്ല് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബില്ല് പാസ്സാക്കപ്പെട്ടാൽ മുനമ്പം വിഷയം പരിഹരിക്കുമെന്നാണല്ലോ സുജയ പറയുന്നത്. സുജയ, എനിക്കൊരു ഒറ്റ ചോദ്യമുണ്ട്. ഈ ഇബ്രാഹിം സേട്ട് ഈ ഫറൂഖ് കോളേജിന് 1950 ഈ പ്രോപ്പർട്ടി കൊടുക്കുന്ന സമയത്ത് അതിനകത്തൊരു വ്യവസ്ഥ വെച്ചിരുന്നല്ലോ. എന്തായിരുന്നു ആ വ്യവസ്ഥ? അതായത് തൻ്റെ അനന്തരാവകാശികൾ ആരെങ്കിലും ഇത് കൃത്യമായി അവരുടെ ഫറൂഖ് കോളേജിന് അവരവരുടെ കാര്യങ്ങളിൽ ഈ വിദ്യാഭ്യാസ അവകാശത്തിന് മതപരമായ അവകാശങ്ങൾക്ക് വിനിയോഗിക്കുന്നില്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പ്രോപ്പർട്ടി ആരുടെയാവും? അതിനുശേഷം ഇത് വഖഫ് പ്രോപ്പർട്ടിയായി ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞത് പ്രോപ്പർട്ടിയായി. താങ്കൾ ഇങ്ങനെ ആജ്ഞാപിക്കല്ലേ? താങ്കൾ കുറച്ചുകൂടി ഒരു മര്യാദയും. ഞാൻ എന്റെ ഊഴത്തിലാണ്. അതായത് 3 പേർക്ക് മറുപടി പറയാനുള്ള 3 പേരുടെയും കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത്. കാരണം വേറെ ആർക്കും കൗണ്ടർ ഇല്ല, വേറെ ആരെയും താങ്കൾക്ക് കൗണ്ടർ ചെയ്യാനില്ല. അവര് ബേസ്ലെസ് ആയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോലും താങ്കൾ ഇടപെടില്ല. അങ്ങനെയൊന്നും പറ്റില്ല. ഞാൻ ഒരു ബേസിക് കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസത്തെ എനിക്ക് പറഞ്ഞു തീർക്കാനുണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. സുജയ വസ്തുതകളിലെ പൂർത്തിയാക്കി താങ്കൾക്ക് വഴങ്ങാം. അതായത് ഇബ്രാഹിം സേട്ട് ഫറൂഖ് കോളേജിന് കൊടുത്തിരിക്കുന്ന ഈ വഖഫ് ആധാരം എന്ന് എഴുതിയിരിക്കുന്നതിൽ പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. ആ കണ്ടീഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ. ഇതിനി വഖഫ് ഭൂമി അല്ലാതായി മാറിയാൽ ഇബ്രാഹിം സേട്ടിന്റെ ക്ലെയിം അവിടെ നിലനിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം സേട്ടിൻ്റെ അവകാശികൾ വന്നാൽ ഈ പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കേണ്ടി വരുമോ? ഇതെങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പോകുന്നത്? നമ്പർ 1. നമ്പർ 2, ഇത് ഒറ്റമൂലിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാജ പ്രചരണം നടക്കുകയാണ്. മുനമ്പത്തെ വിഷയം അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. 100%. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒറ്റമൂലിയാണ്. മുനമ്പം. ലെറ്റ് ഇറ്റ് ബി ഓൺ റെക്കോർഡ്. അതായത് മുനമ്പത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടായി കഴിയുമ്പോൾ ഡോക്ടർ അരുൺ ഇത് തന്നെ പറയണം. നോക്കൂ, പ്രശ്നപരിഹാരം ഉണ്ടാകുമ്പോഴുള്ള അടുത്ത കോംപ്ലിക്കേഷനെ കുറിച്ചാണ്. കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല. മുനമ്പത്തെ ഭൂമി ആ പാവപ്പെട്ട മനുഷ്യർക്ക് കൃത്യമായി കിട്ടിയിരിക്കും. അത് ഉറപ്പിക്കാൻ കഴിയാതെ അത് സംസ്ഥാന
സർക്കാരിന് മാത്രമേ ചെയ്യാൻ കഴിയൂ. റവന്യൂ റെക്കോർഡ് സംസ്ഥാന സർക്കാർ നികുതി അടയ്ക്കാൻ വേണ്ടി അവിടെ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ കോടതി ഉത്തരവിന് വിധേയമായിട്ടേ അത് ചെയ്യാൻ കഴിയൂ. കാരണം എന്താ, ഇടപെടല്ലേ, വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന പ്രയോഗം പ്രോസ്പെക്റ്റീവായിട്ട് നടപ്പാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇത് കോടതി വിധിക്ക് അനുകൂലമായിട്ട് മാത്രമേ ഇത് നടപ്പിലാക്കാൻ കഴിയൂ. കോടതി വിധി ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് ശരിവെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പറയുന്നത് ഇനി ഈ വന്നിരിക്കുന്ന പ്രോസ്പെക്റ്റീവായിട്ട് മാത്രമേ നടപ്പാക്കാൻ സാധിക്കൂ. അപ്പോൾ എങ്ങനെ മുൻപ് ഒറ്റമൂലിയാവുന്നത്? റിട്രോസ്പെക്റ്റീവ് എഫക്ട് ഉണ്ടോ യൂസർ ബൈ ക്ലോസിനെ എടുത്ത് കളയുമ്പോൾ? അതെ, ഡോക്ടർ അരുൺ പറയുന്നതാണ് ശരി. പാർലമെന്റും ലീഗൽ ചോദ്യം ചോദിക്കുമ്പോൾ വിദ്യാർത്ഥികളോടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സ്നേഹമാണെന്ന വാദം തെറ്റ്. നമ്പർ 2, ഇതെല്ലാം മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾ പറയുന്ന അതേ ടേക്ക് താങ്കൾ ആവർത്തിക്കുകയാണ്. ദാറ്റ്സ് നോട്ട് പ്രോപ്പർ. മുസ്ലിം വ്യക്തിനിയമ ബോർഡിന്റെ ടേക്കാണിത്. എന്റെ ടേക്കാണിത്. ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഈ ബില്ലിൽ അനുകൂലിക്കുന്ന ഭാഗങ്ങളുണ്ട്. പക്ഷേ സുജിയ ഇവിടെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ഞാൻ കോട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ പാർലമെന്റിനെയാണ്. താങ്കൾ കോട്ട് പറഞ്ഞ BJP അല്ല. ബില്ല് കൊണ്ടുവന്നറിയാമോ സുജിയ? ഞാൻ പറയാം. ഇന്ന് അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുണ്ട് 1000 പേരെ കാണാനില്ല. എവിടെ കാണാനില്ലാത്തത്? ഉത്തർപ്രദേശിലെ കുംഭമേളയിൽ 1000 പേരുടെ ലിസ്റ്റ് എവിടെ? കുടുംബാംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു ഉത്തരത്തിന് പകരം ഇതാ വഖഫ് ബിൽ, ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നു. ഉത്തർപ്രദേശിലെ കുംഭമേളയ്ക്ക് കാണാതായ മനുഷ്യരെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബില്ലായത്. ആദ്യം ആ ബില്ല് കൊണ്ടുപോവാ. ചൈന ഇന്ത്യയുടെ അതിർത്തിയിൽ കടന്നു കയറുമ്പോൾ ആ പ്രദേശങ്ങൾ എത്ര ഇതൊക്കെ അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളാ സുജിയ. ഇനി 44 ഭേദഗതികൾ പ്രതിപക്ഷം കൊണ്ടുവന്നല്ലോ. എത്ര അംഗീകരിച്ചു? JPC-യിൽ ജഗദംബിക പാൽ പറയൂ. 44 ഭേദഗതികൾ. ആകെ എത്ര ഭേദഗതികൾ അംഗീകരിച്ചത്? 14 ഭേദഗതികൾ. 14 ഭേദഗതികളും കൊണ്ടുവന്നത് ആരാ സുജയ? ഭരണപക്ഷം. പ്രതിപക്ഷം കൊണ്ടുവന്ന 44-ൽ ഒരെണ്ണം അംഗീകരിച്ചു സുജയ. ഈസ് ഇറ്റ് എ ഡെമോക്രാറ്റിക് വേ? ഇത് ജനാധിപത്യ രീതിയാണോ? വോട്ടിലിട്ടാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. അതാണ് എന്റെ ആദ്യത്തെ പോയിന്റ്. ഇനി ഞാൻ എന്റെ നിലപാടിലേക്ക് വരാം. അപ്പോൾ 3 കാര്യങ്ങളും വാസ്തവവിരുദ്ധമാണ്. 1, ഇത് ഒറ്റമൂലിയല്ല. 2, ന്യൂനപക്ഷ വിദ്യാർത്ഥികളോടുള്ള സ്നേഹം കൊണ്ടല്ല. 3 എന്നുള്ളത് ഇത് യഥാർത്ഥ വിഷയങ്ങളെ മറികടക്കാൻ വേണ്ടിയും വർഗീയ രാഷ്ട്രീയത്തിന്റെ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ രഥയാത്രയ്ക്ക് പകരം നിയമം പാസ്സാക്കിക്കൊണ്ട് അത് നടപ്പിലാക്കുന്ന ലെജിറ്റിമൈസ് ചെയ്യുന്ന ഈ ന്യൂനപക്ഷ വസ്തുക്കളിന്മേൽ, ന്യൂനപക്ഷ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമാണ്. ഇനി ഒരു പള്ളിയും പൊളിക്കാൻ നിങ്ങൾക്ക് ഒരു രഥയാത്രയും നടത്തേണ്ടതില്ല. നിങ്ങൾക്കിനി ഒരു മസ്ജിദിന്റെയും ക്ലെയിം ഉന്നയിക്കാൻ ശിവലിംഗം തപ്പി പോകേണ്ടതില്ല. നിങ്ങൾ പറയുന്ന ഒരു കളക്ടർ, ഒരു ഡെപ്യൂട്ടി കളക്ടർ ആ സ്ഥലത്തുണ്ടെങ്കിൽ അയാൾക്ക് തീരുമാനിക്കാം ഇത് പ്രോപ്പർട്ടി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അത്രമേൽ ദുർബലമാക്കിയിരിക്കുന്നു വഖഫിന്റെ ട്രിബ്യൂണലിനെ. ആ ട്രിബ്യൂണൽ അഴിച്ചു പണിതിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ എൻ്റെ വാദത്തിലേക്ക് വന്നാൽ, ഇന്ത്യൻ ഭരണഘടനയുടെ അസംബ്ലി കൂടുന്ന സമയത്ത് ഡിസംബർ 6-ാം തീയതി 1949 രാജേന്ദ്ര പ്രസാദ് ഒഴിഞ്ഞുകിടക്കുന്ന മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങളെ നോക്കിയിട്ട്, അവിടെ ആ കസേരകളെ നോക്കിയിട്ട് പറയുന്നൊരു വാചകമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ധാർമ്മികത എന്ന് പറയുന്നത് ആ വാക്കുകളിലുണ്ട് എന്നാണ്. എന്താ പറയുന്നതെന്ന് അറിയാമോ? അവർ മൈനോറിറ്റിയാണ്, അവർ പ്രതിപക്ഷത്തിരിക്കുന്നവരാണ് പക്ഷേ അവരുടെ അസാന്നിധ്യം നമുക്കൊരു വലിയ ഉത്തരവാദിത്വമായി മാറുന്നു. എന്താണ്? അവരുടെ അസാന്നിധ്യത്തിലും അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമായി മാറുന്നു എന്ന് പറഞ്ഞ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ വാക്കുകൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ജനാധിപത്യത്തെ നിർവചിക്കുന്നത്? മൈനോറിറ്റിയുടെ അവകാശങ്ങൾ ഒരു ഭൂരിപക്ഷം സംരക്ഷിക്കുന്ന ഘട്ടത്തിലാണത് ജനാധിപത്യം സുന്ദരമായി തീരുന്നത് എന്നുള്ളതാണ്. ആ ഭരണഘടനയുടെ ധാർമ്മികതയെ ലംഘിക്കുന്നു. ആ ഭരണഘടനയുടെ ധാർമ്മികതയെ ഈ വഖഫ് ബില്ലിൻ്റെ പ്രധാനപ്പെട്ട ചില പ്രൊവിഷൻസ്, അതിൻ്റെ ഭേദഗതികൾ ലംഘിക്കുന്നു എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ആദ്യത്തെ ടേക്ക് എവിടെ വരുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും മനോഹരമായൊരു ഭാഗമാണ് ആർട്ടിക്കിൾ 14. എന്താണ്? റൈറ്റ് ടു ഈക്വാലിറ്റി ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ എന്ന് പറഞ്ഞാൽ എന്താ സുജയ? നേരത്തെ പറഞ്ഞല്ലോ, ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ ഒരു ദേവസ്വം ബോർഡ് മെമ്പറെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്തുവകകളെല്ലാം പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? നിയമസഭകളാണ്. ആ നിയമസഭയിലെ അംഗമാണ്. നിയമസഭയിലെ ഏതംഗമാണ് തിരഞ്ഞെടുക്കുന്നത്? ഹിന്ദു അംഗങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്.
എന്തുകൊണ്ടാണ് അവിടെ അഹിന്ദുക്കളായിട്ടുള്ള MLA-മാർക്ക് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ദേവസ്വം ബോർഡ് മെമ്പറെ തീരുമാനിക്കാനുള്ള ഒരു വോട്ടിടാനുള്ള അവകാശം കൊടുക്കാത്തത്? അത് മതപരമായിട്ടുള്ള ഒരു സമുദായത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ അവകാശമാണ്. അത് ഹിന്ദു വിഭാഗം അവരുടെ അവകാശമായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികം ആർട്ടിക്കിൾ 25-ൻ്റെയും 26-ൻ്റെയും അടിസ്ഥാനത്തിൽ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ വികാരം വ്രണപ്പെടാതിരിക്കാൻ അവരുടെ മതപരമായിട്ടുള്ള മൗലികാവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു പ്രൊവിഷനാണ്. ശരി, ഞാനതിനെ അംഗീകരിക്കുന്നയാളാണ്. കാരണം അത് ആ വിശ്വാസികളെ സംബന്ധിച്ചൊരു അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രിവിലേജാണ്. ഇനി നേരത്തെ പറഞ്ഞല്ലോ വൈഷ്ണോദേവി ടെമ്പിളിൻ്റെ ലഫ്റ്റനൻറ്റ് ഗവർണർ അവിടെ ഹിന്ദു അല്ലെങ്കിൽ പകരം മറ്റൊരാളെ തീരുമാനിക്കാമെന്ന് 1988 ആക്ട് പറയുന്നു. അതും ഞാൻ അംഗീകരിക്കുന്നതാണ്. കാര്യം അത് ഹിന്ദുമത വിശ്വാസികളുടെ മാത്രം പ്രോപ്പർട്ടി, ആ വിശ്വാസികളായിട്ടുള്ള ആളുകൾ മാത്രം അതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് അഭികാമ്യമായിട്ടുള്ളത്. ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? വേണ്ടി വന്നാൽ 4 മുസ്ലിങ്ങളെ വരെ ഈ വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡിലും ഉൾപ്പെടുത്താൻ സാധിക്കും. എങ്ങനെ? 2 നോൺ മുസ്ലിങ്ങൾ നിർബന്ധമായി ഉണ്ടാവണം. കൂടാതെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി വേണമെങ്കിൽ ഒരു നോൺ മുസ്ലിമിനെ കൊണ്ടുവരാം. അതല്ലെങ്കിൽ മൈനോറിറ്റി അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിക്കോ അതിൻ്റെ ചുമതല വഹിക്കുന്ന ജോയിൻറ്റ് സെക്രട്ടറിക്കോ മുസ്ലിം അല്ലെങ്കിൽ കൂടി വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലിലും നിങ്ങൾക്ക് എത്താൻ സാധിക്കും. എന്തേ ദേവസ്വം ബോർഡിലില്ലാത്തൊരു കാര്യം വഖഫ് കൗൺസിൽ മാത്രം ബാധകമാകുന്നു? എന്തേ വഖഫ് ബോർഡിൽ മാത്രം കാരണമാകുന്നു? അപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് ഒരു നിയമവും മറുവിഭാഗം ആളുകൾക്ക് മറ്റേ നിയമവും എന്ന് പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ദി ലോയുടെയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോയുടെയും പരസ്യമായ ലംഘനമാണ് എന്നുള്ളതാണ് എൻ്റെ ഇതിലെ ആദ്യത്തെ ടേക്ക്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ വഖഫ് കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സർവേ കമ്മീഷനുടെ അധികാരം എടുത്തു കളഞ്ഞ് കളക്ടറിലേക്കും ആ കളക്ടറുടെ ഉത്തരവാദിത്വത്തിൽ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറുടെ മാത്രം തീരുമാനമായി മാറുകയും ചെയ്യുമ്പോൾ ഭരണകൂടത്തിൻ്റെ ആജ്ഞ ശിരസാവഹിക്കുന്ന സംവിധാനമായിട്ട് അത് മാറുമെന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊവിഷനാണ് 1963 ലിമിറ്റേഷൻ ആക്ട് എടുത്തു കളഞ്ഞിരിക്കുന്നത്. എന്താ അതിൻ്റെ കാര്യം? 12 വർഷം ഒരു കാലാവധി കൊടുത്തിരിക്കുന്നു. ആ 12 വർഷം വഖഫ് ബോർഡിന് ക്ലെയിം ഇല്ലെങ്കിൽ അഥവാ വഖഫ് ബോർഡിൻ്റെ ക്ലെയിം സെറ്റിലായില്ലെങ്കിൽ അതിൽ എൻക്രോച്ച് ചെയ്ത ആളിന് ആ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ലിമിറ്റേഷൻ ആക്ട്. അത് ഗവൺമെന്റിലേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനല്ല, ന്യൂനപക്ഷ സമുദായത്തിന്റെ പ്രോപ്പർട്ടികൾ എങ്ങനെയാണ് സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുക, എങ്ങനെയാണ് ഭൂരിപക്ഷത്തിന് അനുകൂലമായിട്ടൊരു വിധിയായിട്ടത് മാറ്റാൻ കഴിയുക എന്നുള്ളതാണ്. ഇനി 4ാമത്തെ പ്രധാനപ്പെട്ട ഭാഗം, ഇതിന് പിന്നിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ ഇളക്കി വിടുന്നതിന് പിന്നിലെ അതിക്രൂരമായ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ലാഞ്ചനയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കേരളത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഇത് സമൂഹത്തെ പോളറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബില്ലിനുള്ളിൽ തന്നെ ഒരു വ്യവസ്ഥയുണ്ട് കേട്ടോ. ഈ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ തന്നെ അഗാഖാനി, ബോറ, ഷിയ, സുന്നി ഇങ്ങനെ പല വിഭാഗങ്ങൾക്കായിട്ട് പല ബോർഡുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. ശരി, അത് അവരുടെ ആവശ്യപ്രകാരമാണെന്ന് പറയാം. ഇതാ വിഭാഗങ്ങളുടെ ക്ലെയിമിനെ ഇല്ലാതാക്കും. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ബില്ലിൽ ഞാൻ അംഗീകരിക്കുന്ന ഒരു പ്രൊവിഷനുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? സ്ത്രീകളുടെ സാന്നിധ്യം അതിൽ വരണം. മതപണ്ഡിതന്മാർ പറയുന്നു അത് പാടില്ല, അത് അവരുടെ മതവിശ്വാസത്തിൻ്റെ ഭാഗം. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ശബരിമലയുടെ കാര്യത്തിൽ അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ, അത് സ്ത്രീകളുടെ മൗലിക അവകാശമായി കണക്കാക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും അവരുടെ സാന്നിധ്യവും അവരുടെ അംഗീകാരവും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് എനിക്ക് ആ പ്രൊവിഷനോട് ഒരു വിയോജിപ്പുമില്ല. അഡ്മിനിസ്ട്രേറ്റീവ് മാൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് മാൽ പ്രാക്ടീസ് വരണം. മാത്രമല്ല ഇനിയൊരു കാര്യം കൂടി പറയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കറപ്ഷൻ കേസുകൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ് ഏതാ? ഹൈക്കോടതി സുജയ, ഉത്തർപ്രദേശ്. എന്താ വഖഫ് ബോർഡിലേക്ക് ആരാ തീരുമാനിക്കുന്നത്? ആരെയാ തീരുമാനിക്കുന്നത്? വഖഫ് ബോർഡിൽ അംഗങ്ങളെ തീരുമാനിക്കുന്നത് സർക്കാരാണ്. ആ വഖഫ് ബോർഡിലെ സർക്കാരാണല്ലോ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷമുള്ള സർക്കാരല്ലേ തീരുമാനിക്കുക. അപ്പോൾ വഖഫ് ബോർഡിൽ ഉത്തർപ്രദേശിൽ ഇത്രയും വലിയ അഴിമതി ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇനി വേറെ തേടിപ്പോവേണ്ടതുണ്ടോ? സോ ദാറ്റ് ഈസ് മൈ ഫൈനൽ ടേക്ക്. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ കാണിച്ചിരിക്കുന്ന തിടുക്കം, ജഗദംബിക പാലിൻ്റെ നേതൃത്വത്തിലുള്ള ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ജനാധിപത്യ വിരുദ്ധമായ നീക്കം, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തിടുക്കപ്പെട്ട് ഈ ബില്ല് കൊണ്ടുവന്നതിന് പിന്നിൽ വളരെ കൃത്യമായ ഡിവിസീവായിട്ടുള്ള അജണ്ടയാണ്. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഭൂരിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു പാർലമെൻറ്റിനെയും നിയമത്തെയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ മറികടക്കാനും അട്ടിമറിക്കാനുമുള്ള ഒരു ശ്രമമാണ്. ഇനി നമ്മുടെ നാട്ടിൽ ഒരു രഥയാത്രയുടെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ബില്ലുകൾ പാസ്സാക്കാനുള്ള ഭൂരിപക്ഷമുണ്ടെങ്കിൽ ഏത് അവകാശവും ന്യൂനപക്ഷാവകാശവും കവർന്നെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് രാജേന്ദ്ര പ്രസാദിൻ്റെ വാക്കുകൾ നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു. അവരുടെ അസാന്നിധ്യത്തിലും അവരുടെ ചിന്തയെക്കുറിച്ച് അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്ന നമ്മൾ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ അവരുടെ അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഞാൻ കൂട്ടിച്ചേർക്കാനുണ്ട്. നിങ്ങളുടെ അനുവാദത്തോടു കൂടി ആ പോയിന്റ് കൂടി ഞാനൊന്ന് കൂട്ടിച്ചേർക്കുന്നു. ഈ ബില്ല് എന്തുകൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് പറയാനുള്ള ഒരു ഭാഗം കൂടി ഞാൻ പറയാം. അതായത് ഈ പുതിയ ഭേദഗതി പ്രകാരം ആർക്കാണ് വഖഫ് ചെയ്യാൻ സാധിക്കുക? മുസ്ലിമായി 5 വർഷം പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ വഖഫായി പ്രഖ്യാപിക്കാൻ, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ വഖഫായി പ്രഖ്യാപിക്കാനുള്ള അവകാശമുള്ളൂ. ആരാണിത് സർട്ടിഫൈ ചെയ്യുക? ഒരാൾ ഒരു മുസ്ലിം ആണോ അല്ലയോ എന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആര് സർട്ടിഫൈ ചെയ്യും? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച്, സബ്ജക്ട് ടു കറക്ഷൻ,
ഒരു മുസ്ലിമായി മാറുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവർ ഏതെങ്കിലും ആചാരക്രമം അനുഷ്ഠിച്ചുകൊണ്ടല്ല. അവരുടെ വിശ്വാസമാണ് ഒരാളെ മുസ്ലിമാക്കി മാറ്റുന്നത്. നമ്മൾ സാധാരണ കലിമ ചൊല്ലുക എന്ന് പറയും. കലിമ ചൊല്ലുന്നതോടു കൂടിയാണ് ഒരാൾ മുസ്ലിമായി ആത്യന്തികമായി മാറുന്നത്. ആരാധനയും ബാക്കിയുള്ള ആചാരക്രമങ്ങളുമെല്ലാം രണ്ടാമതേ വരുന്നുള്ളൂ. ശരി, നിസ്കാരം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നിസ്കരിക്കാത്ത ഒരാളാണെന്ന് കരുതുക, പക്ഷേ അയാൾ കലിമ ചൊല്ലിയിട്ടെന്ന് കരുതുക. 5 വർഷത്തെ വിശ്വാസം അദ്ദേഹത്തിന് അള്ളാഹിൽ ഉണ്ടെന്ന് കരുതുക. മുസ്ലിമായിട്ട് അംഗീകരിക്കുമോ? ഇത് ഈ നിശബ്ദതയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അപ്പോൾ ഒരു വിശ്വാസി മുസ്ലിം വിശ്വാസിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ മുസ്ലിം മതപണ്ഡിതർക്ക് അവകാശമില്ലാത്തൊരു രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 നഗ്നമായ ലംഘനമാണ്. അത് മാത്രമല്ലോ, അതിന്റെ അധികാരം സ്റ്റേറ്റിൽ വരുന്നു. എക്സാക്ട്ലി. അധികാരി ഒരു മതത്തിൽ ആര് വിശ്വസിക്കുന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഒരു സ്റ്റേറ്റ് ആണെന്ന് വരുന്നത് ആശാസ്യമായ ഒരു കാര്യമാണ് ഒരു മതേതര രാജ്യത്ത്. റൈറ്റ്. Meet the editors.